ഈ ശിരൂരിൽ കാണാതായ അർജുൻ്റെ മൃതദേഹം കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിൽ മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമയുടെ നിരന്തരമായ വാർത്താമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഇടപെടലുകളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് ഒരിക്കൽ കൂടി ആ വിഷയം പറയണമെന്ന് തോന്നി. ഈ വിഷയം ഇങ്ങനെ വിവാദമായതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടൽ ഇപ്പോൾ പോലും അവർ മനാഫിൻ്റെ പിറകിൽ നടക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാർത്ത വേണം. അപ്പോൾ വാർത്ത കിട്ടുന്നതിന് വേണ്ടിയിട്ട് മനാഫാണെങ്കിൽ മനാഫ്, അർജുനാണെങ്കിൽ അർജുൻ, മരിച്ച ആളാണെങ്കിൽ മരിച്ച ആൾ, ഇനി മരിച്ച ആളെ ഭാര്യയാണെങ്കിൽ അവരവിടെയും മൈക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇവരുടെ ഒരു രീതിയാണ്. അപ്പോൾ അത് ഒരു ഒന്നാമത്തെ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മനാഫിൻ്റെ മതം ചികഞ്ഞിട്ട് നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു വിഭാഗം ആളുകളുണ്ട് ഒരു പണിയെടുക്കാതെ ഇങ്ങനെ പണിയെടുക്കുന്നവരെ കുറ്റം പറയാം. അവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിനെ കുറ്റം പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ മതം നോക്കും. അപ്പോൾ മനാഫിൻ്റെ മതം നോക്കിയിട്ടും മനാഫ് ഈ ചാനലിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നതിനോടുള്ള ഈഗോവും ഇവന് പാര വലിയ ആളാവാൻ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഈ മനാഫിനോട് ദേഷ്യം തോന്നിയ കുറേ ആളുകൾ, അതിൽ കുറേ സംഘപരിവാർ പ്രവർത്തകരുണ്ട്. എല്ലാവരും സംഘപരിവാരം അല്ലാത്തവരുണ്ട്. മതം നോക്കിയിട്ട് മനാഫിനെ വളരെ മോശമായി അവഹേളിച്ചു. പ്രത്യേകിച്ചിട്ട് ഈ ഒരു ശിരൂരിലെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർ പുഴയിലാണ് ബോട്ടിൽ ഇത് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. കാരണം അവർക്ക് വ്യക്തമായിരുന്നു ഇതൊക്കെ പുഴയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പോയിട്ട് പറഞ്ഞു പുഴയിലേക്കല്ല പോയിട്ടുള്ളത്, ഈ മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞു. 2-3 ദിവസം മണ്ണിൻ്റെ അടിയിൽ ഇതാക്കി. പിന്നെ നാവികസേന വരുന്നു. നാവികസേന വന്നിട്ട് അവർക്ക് കാര്യം പിടുത്തം കിട്ടി. അവർ തിരിച്ചു പോകുമ്പോൾ അല്ല അവർ കൃത്യമായി തെരച്ചിൽ നടത്തുന്ന നാവികസേനക്കെതിരെ വരെ പറഞ്ഞു. പോലീസിനെതിരെ, കർണാടക പോലീസിനെതിരെ മാത്രമല്ല, ആ സമയത്തുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാവികസേനക്കെതിരെയും ആളുകളും മാധ്യമങ്ങളും മാധ്യമങ്ങൾ പറയുന്നത് എങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും അവർ. ഇതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ മനാഫിനെതിരെയും, മനാഫും അതിൽ ഒരു കക്ഷിയാണല്ലോ, മനാഫിനെതിരെയും വലിയ നിലയിലുള്ള സൈബർ അറ്റാക്കിങ് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ഇത് 72 ദിവസം കഴിഞ്ഞിട്ട് ഡ്രഡ്ജിങ് മെഷീനൊക്കെ കൊടുത്തിട്ട് ഈ സംഭവം കിട്ടിയപ്പോഴും മനാഫ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻപ് വലിയ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് വിധേയമായ ഒരാളെന്ന രീതിയിൽ മനാഫ് അതവിടെ കിട്ടുമ്പോൾ ഞാൻ അനുജൻ്റെ അമ്മക്ക് കൊടുത്ത വാക്കാണ്, ഇതായിട്ട് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞതാണെന്നൊക്കെ അദ്ദേഹം വൈകാരികമായി പറയുന്നത് വാർത്താക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻപ് ഒരു ആളെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ചവിട്ടി മരിച്ചെന്ന് വെച്ചോ, പിന്നീട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതി അയാളെ ആൾക്കാരെന്ത് ചെയ്യും, കണ്ടില്ലേ നിങ്ങൾ ഇന്നലെ ചവിട്ടി മരിച്ച ആളല്ലേ, ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം എന്തായി എന്ന് ചോദിക്കും. ആ നിലയിൽ മനാഫിന് ഒരു അംഗീകാരം പൊതുസമൂഹത്തിനടുത്ത് കിട്ടിയത് ശരിയാണ്. അതിൻ്റെ കാരണക്കാർ പുള്ളിനെ മുമ്പ് വളരെ മോശമായി പരിഹസിക്കുകയും അവഹേളിക്കുകയും പുള്ളിയുടെ മതം വരെ നോക്കി പുള്ളിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ആളുകൾക്കാണ് അതിൻ്റെ പങ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടിയ സമയത്ത് മനാഫിനെ ഉൾപ്പെടെ എന്ത് ചെയ്ത്, മനാഫ് ലോറിക്ക് വേണ്ടിയിട്ടാണ്, ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള കുറേ പ്രചരണങ്ങൾ അത് നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന രീതിയിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും വീണ്ടും അദ്ദേഹത്തിന് ബൈറ്റ് എടുത്തു. അപ്പോൾ അത് വൈകാരികമായി പ്രതികരിച്ചു. ഈ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ വലിയ നിലയിലുള്ള സ്വീകാര്യത മനാഫിന് കിട്ടി. ഇതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ. അല്ലാതെ മനാഫ് എന്തെങ്കിലും വലിയൊരുപാട് കാര്യം ചെയ്യുന്നുള്ള രീതിയിലല്ല. ഇതിൽ മാധ്യമങ്ങൾക്കും അദ്ദേഹത്തെ വിമർശിച്ച ആളുകൾക്കും ഒക്കെ പങ്കുണ്ട്. അങ്ങനെ മാധ്യമങ്ങളിലൂടെ അല്ലേ നമ്മൾ ഇവരൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരു സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ മനാഫിനുള്ളത്. അതിലാരും വിഷമം പൂണ്ടിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ ഈഗോ വന്ന കുറേ ആളുകൾ മനാഫിനെതിരെ അതിൽ എന്ത് ചെയ്തു, ഏതോ ഘട്ടത്തിൽ പല കാരണങ്ങളാൽ അർജുൻ്റെ കുടുംബം വീണുപോയി. പക്ഷേ അർജുൻ്റെ കുടുംബം വീണുപോയി എന്ന് പറയുന്നതിനെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് കുറേയും കൂടി ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. അവരുടെ ഫീലിങ്ങിനോടൊന്നും നമ്മൾ എതിർക്കുന്നില്ല. കാരണം അവരൊരു സഹായം വാങ്ങുന്ന ആളായിട്ടൊക്കെ ഒരു എന്താ പറയുക, അത് പബ്ലിക്കിലേക്കാണ് വരികയാണ്. അത് അവരെ അർജുൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ര അത് അവരെ കുടുംബത്തിന് അംഗീകരിക്കാൻ ചിലപ്പോൾ കഴിയുന്നില്ല. അതാണ് അവരെ പറയാൻ ശ്രമിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സഹായങ്ങൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഒന്ന് ചെയ്താൽ 10 ഫോട്ടോ ഇടും. 10 റുപ്യയുടെ കാര്യം ചെയ്താൽ 1000 റുപ്യയുടെ ഫോട്ടോ ഇട്ടാലാണ് ആൾക്കാർക്ക് ആ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എന്തൊക്കെ മാറിയിട്ടുണ്ട് പേരെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ അത് മനാഫിനെതിരെയും ഈശ്വർ മാൽപ്പയ്ക്കെതിരെയൊന്നും അവർ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ മനാഫിനെതിരെ പറഞ്ഞു, ഈശ്വർ മാൽപ്പയ്ക്കെതിരെ എന്താ പറഞ്ഞു, അദ്ദേഹം അവിടെ നാവികസേന പോലും തരയാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയതാണ്. അവരുടെ പ്രോട്ടോകോൾ പ്രകാരം ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലത്ത് ഈശ്വർ മാൽപ്പ ഇറങ്ങി ചെക്ക് ചെയ്തിട്ട് അദ്ദേഹം നിരന്തരമായി ശ്രമിച്ചു. അപ്പോൾ അതിനൊക്കെ അങ്ങനെ ചെയ്ത അയാൾക്ക് കൊടുത്തതാണ്, അയാളുടെ പേരും കൂടി അവർ പറഞ്ഞു. അപ്പോൾ അവർക്കത് ഭയങ്കര മിസ്റ്റേക്ക് ആ മാധ്യമ പത്രസമ്മേളനത്തിൽ പറ്റിയെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. പക്ഷെ അതും അവസാനം എന്തായി,
അത് മനാഫിന് ഗുണമായി. അപ്പോൾ മനാഫ് ഈ സത്യത്തിൽ എന്താ പറയുക, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല. പക്ഷേ നമ്മുടെ സമൂഹം എല്ലാവരും കൂടിയിട്ട് ഈ വിഷയത്തിൽ ഒരു ഹീറോ പരിവേഷം ലഭിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സ്വാഭാവികമായിട്ട് മനാഫ് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.